ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് യാഗനകാലത്തിലെ നാലാമത്തെ ഞായറാഴ്ചത്തെ തിരുവചനങ്ങളൊക്കെ വായിച്ച് ധ്യാനിക്കാം. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മ സഹായം ചോദിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഈ പാട്ട് പാടാനായിട്ട് പ്രത്യേകം പ്രേരിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം, ഈ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞാണ് പരിശുദ്ധ അമ്മ, ഈശോയുടെ അമ്മ, നമ്മുടെ അമ്മ എലിസബത്ത് പുണ്യവതിയുടെ വീട്ടിലേക്ക് പോകുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവേഷമുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ ആ ശക്തി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുവാനും അത് ഹൃദ്യസ്ഥമാക്കാനും സ്വന്തമാക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്താൽ നിന്നെ ഞാൻ തേടുന്നു, ദാഹത്താൽ നിന്നെ ഞാൻ തേടുന്നു. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ എന്നെ നീ കഴുകണേ, തിരുച്ചോരയാൽ എന്നെ നീ കഴുകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അഭിഷേകം കൊണ്ടെന്നെ നീ നിറയ്ക്കണേ, വചനത്താൽ എന്നെ നീ ശുദ്ധീകരിക്കണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒന്നാമത്തെ വായന വായിച്ചു കേൾക്കാം. ഒന്നാമത്തെ വായന നമുക്ക് കിട്ടിയിരിക്കുന്നത് മിഖ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അധ്യായം 5, 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ബത്ലഹം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രതിവചന സങ്കീർത്തനമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് സങ്കീർത്തനം 80 പ്രതിവചന ഭാഗമായിട്ട് നമ്മൾ ഏറ്റുപറയുന്നത്, ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇത് 80-ാമത്തെ സങ്കീർത്തനത്തിലെ 3-ാമത്തെ വാക്യമാണ്. ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇസ്രായേലിൻ്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെപ്പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ,
അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ 14-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത്ത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്നാൽ അങ്ങയുടെ കരം, 17-ാമത്തെ വാക്യം. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്ത് വശത്ത് നിർത്തിയിരിക്കുന്നവൻ്റെ മേൽ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. രണ്ടാം വായന ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു: ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു: ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. ആമേൻ. ഹല്ലേലൂയ വചനമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഇതാ കർത്താവിൻ്റെ ദാസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിറവേറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സുവിശേഷ വായനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളോടും കൂടെ, അങ്ങേ രൂപിയോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 39 മുതൽ 45 വരെ തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. ആമേൻ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ വായനയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, അവിടെയെല്ലാം ശരീരം അർപ്പിക്കുക എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ ബലി വഴി, ആ വചനം നമുക്ക് അതേപടി എടുത്ത് പറയാം.
നമ്മുടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഇങ്ങനെയാണ്, 10-ാമത്തെ വാക്യം: യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരീരസമർപ്പണം എന്നുള്ള ഒരു ആശയം ഞാൻ ഈ അവസരത്തിൽ പെട്ടെന്ന് എൻ്റെ മനസ്സ് ഇങ്ങനെ ആത്മാവ് പ്രചോദിപ്പിച്ച് ജപമാലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ജപമാലയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ജപമാല അർപ്പിക്കുന്ന പാരമ്പര്യം നമ്മൾ ഒരിക്കലും കളയരുത്. അത് കളഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാത്താൻ്റെ ആക്രമണം ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിലെ സമാധാനമൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം എല്ലാം ജപമാല ഭക്തിയോടുകൂടി ചൊല്ലുന്നതിനെ ആശ്രയിച്ചിരിക്കും. കാരണം ജപമാല ചൊല്ലാനായിട്ടുള്ള ഒരു പ്രേരണ ഡൊമിനിക് പുണ്യവാളന് കൊടുത്തത് പരിശുദ്ധ അമ്മ തന്നെയാണെന്നാണ് പറയണത്. പാരമ്പര്യം അനുസരിച്ച് 1208 ആ സംഭവം നടക്കുന്നത്. 1208 എന്ന് വെച്ചാൽ 1000 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ 208 അന്നേരത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇങ്ങനെ ദൈവവചനമൊക്കെ ഇങ്ങനെ പഠിച്ച ആളുകൾ പല വിധത്തിലൊക്കെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ അന്നേരത്ത് ഒരു പാഷണ്ഡത ഉണ്ടായിരുന്നു. പാഷണ്ഡത എന്ന് വെച്ചാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവനവൻ വ്യാഖ്യാനിക്കുന്ന ഒരു തരം വ്യാഖ്യാന രീതികൾ, സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ശരിയായിട്ടുള്ള വിശ്വാസ തത്വങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനിക്കാൻ പറ്റിയ വിധത്തിൽ. ഈ ദുർവ്യാഖ്യാനം നമുക്കറിയാലോ, അത് തുടങ്ങണത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം തന്നെയാണ്. അവിടെയാണ് ദുർവ്യാഖ്യാനം തുടങ്ങുന്നത്. കാരണം ദൈവം വളരെ കൃത്യമായിട്ട് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നു, നിങ്ങൾ ഈ നന്മതിന്മ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പഠിപ്പിച്ച പഠനത്തെ, അല്ലെങ്കിൽ ദൈവം പഠിപ്പിച്ച ആ കൽപ്പനയെ അത് ദുർവ്യാഖ്യാനിച്ച ആളാണ് പിശാച്. അവൻ വന്നിട്ട് 3-ാമത്തെ അധ്യായത്തിൽ 4-5 വാക്കിൽ ഹവ്വായോടൊക്കെ സംസാരിച്ച് അവിടെ പറഞ്ഞതാണ്, നിങ്ങൾ മരിക്കില്ല, ദൈവം മരിക്കും എന്ന് പറഞ്ഞു. ഈ വൃക്ഷത്തിന്, നന്മതിന്മ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുന്ന ആ ദൈവപ്രബോധനത്തെ, ദൈവത്തിൻ്റെ സ്വരത്തെ ഇവൻ പിശാച് വന്നിട്ട് നീ മരിക്കില്ല, നിങ്ങൾ ദൈവത്തെപ്പോലെ ആകും, നിങ്ങളുടെ കണ്ണുകളൊക്കെ തുറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യണം. അപ്പോൾ സഭയിൽ എപ്പോഴെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം സഭ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ തിരിച്ചറിയുകയാണ്. അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞ അന്ന് ഇപ്പോൾ ഈ ഡൊമിനിക് പുണ്യവാളൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് അൽബിജേനിയൻ പാഷണ്ഡത ഉണ്ടായിരുന്നു. അൽബിജേനിയൻ പാഷണ്ഡത. അങ്ങനെയാണ് നമുക്ക് ഈ ജപമാല ചൊല്ലണമെന്നുള്ള ഒരു പ്രത്യേക പ്രബോധനം പരിശുദ്ധ അമ്മ ഡൊമിനിക് പുണ്യവാളനിലൂടെ, പാരമ്പര്യം പറയുന്ന അനുസരിച്ച് ഡൊമിനിക് പുണ്യവാളനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട്, ഡൊമിനിക് പുണ്യവാളൻ ഈ പാഷണ്ഡതക്കാരോട് സംസാരിച്ചിട്ട് അവർക്ക് മാനസാന്തരം ഉണ്ടാവുന്നില്ല. അപ്പോൾ തനിക്ക് ഭയങ്കര വിഷമമായി. ആ ദുഃഖത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയിലായിരിക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥനയിലായിരിക്കും. അപ്പോൾ അവരെ മാനസാന്തരപ്പെടുത്താനായിട്ട് അവിടെ എന്താണ് അൽബജേനിയൻ പാഷണ്ഡത എന്ന് പറഞ്ഞാൽ, ശരീരം കൊള്ളില്ല, ശരീരം പിശാചിൻ്റെതാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ അരൂപി നിറഞ്ഞതാണ്. ആത്മാവാണ് ശരിക്കുള്ള ദൈവാത്മാവുള്ളത്. ശരീരത്തിൽ മുഴുവനും പൈശാചികതയാണ് എന്നുള്ള ഒരു തരം പഠിപ്പിക്കലാണ്. പക്ഷെ അത് ശരിയല്ല.
ശരീരം നല്ലതാണ്, നല്ല രീതിയിൽ കൊണ്ടുപോകണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം. അല്ലാണ്ട് ശരീരത്തിന് വെറുക്കാനോ നശിപ്പിക്കാനോ ഒന്നും പാടില്ല. കാരണം ശരീരത്തിലാണ് നമ്മുടെ ആത്മാവിനെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ശരീരത്തെ ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. ശരീരം മോശമാണെങ്കിൽ പിന്നെ ദൈവം സൃഷ്ടിക്കണതിനാ. എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ഒരു ശരീരമാണ് നമുക്ക് തന്നത്. പൂഴിയിൽ നിന്നൊക്കെ ഉണ്ടാക്കി അതിൽ ആത്മാവിനെ നിവേശിപ്പിച്ചു. ആത്മാവിനെ നിവേശിപ്പിച്ച് അവിടുന്ന് ആ ഭാഗം അങ്ങനെയല്ല പറയുന്നത്. നമുക്കൊന്ന് എടുത്ത് വായിക്കാം. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ആ സംഭവത്തിൽ അതുതന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഈശോ ഒരു ഊതുന്നുണ്ട്. നിങ്ങൾ അത് ഊതിക്കൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ഇതുപോലെയുള്ള ഒരു ഇതുണ്ട 2-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യമാണ്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യൻ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. ഇതിൽ നിന്നാണ് നമ്മൾ 1 കൊറിന്ത്യൻ 3:16-17 നമ്മൾ പഠിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലുണ്ടെന്ന് അറിയാൻ പാടില്ലെന്നാണ്. ഈ ശ്വാസം പോയി കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരാൾ മരിച്ചു എന്ന് പറയുന്നത്. അപ്പം ജീവൻ്റെ ശ്വാസം, അപ്പം ആത്മാവ്, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ദൈവം ഈശോ പറയുന്നില്ലേ, അതായത് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇതൊക്കെ പറയണത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ദൈവാത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ആ ഊതലിൽ പരിശുദ്ധാത്മാവാണ് ദൈവം അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ താങ്ങി നിർത്തുന്ന ഒരു പേടകമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ആ ശരീരം പിശാചാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല, പിശാചല്ലാതെ. പക്ഷേ നമ്മളെങ്ങനെ തീരുമാനം എടുക്കുന്നതനുസരിച്ച് നമുക്കൊരു മനസ്സും കൂടി ദൈവം തന്നിട്ടുണ്ട്, ഇച്ഛാശക്തി. അതായത് നന്മതിന്മയെ മനസ്സുകൊണ്ടത് സ്വീകരിക്കാൻ തള്ളിക്കളയാൻ പറ്റുന്നു. അതും ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മാനുഷികമായ കഴിവുകൊണ്ട് പറ്റത്തില്ല, ദൈവത്തിൻ്റെ കൃപ വേണം. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിലൊക്കെ പറയുന്നതല്ലേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, യേശുക്രിസ്തുവിൻ്റെ കൃപ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ. അപ്പോൾ യേശുക്രിസ്തുവാണ് നമുക്ക് കൃപ തരുന്നത്. കൃപയെന്ന് പറഞ്ഞാൽ ആ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്കാണ് ആ കൃപ കൊടുക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം നന്മയായിട്ട് അവിടുന്ന് മാറ്റുന്നു എന്നൊക്കെ പറയുന്നതുപോലെ തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ ഒരു വാക്യമുണ്ട്. അതിലിങ്ങനെ പഠിപ്പിക്കുന്നത്, അതൊക്കെ എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് പറയാൻ പറ്റുമല്ലോ എന്ന് എഴുതിയ. അപ്പോൾ 14-ാം അധ്യായത്തിൽ 15-ാമത്തെ ഇങ്ങനെ വാക്യം പറയുന്നു. അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ ഈശോ പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, എന്നിട്ട് പരിശുദ്ധാത്മാവിന് തരുന്നു. അപ്പോൾ നമ്മുടെ ശരീരം ജെനീസൻകാരൊക്കെ പറയണ പോലെ, ജെനീസൻ പാഷണ്ഡതക്കാർ പറഞ്ഞ പോലെ ശരീരം അങ്ങനെ പൊട്ടയല്ല. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ആ ശരീരത്തിന് പിശാച് ആവസിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ശരീരത്തെ ശരിയാവണ്ണം പാലിക്കാത്തവരൊക്കെയാണ് പല പല അടിമകളിൽ ആയിപ്പോണം. പോർണോഗ്രഫി, അല്ലെങ്കിൽ ജഡികാസക്തി,
വ്യഭിചാരം, മദ്യാസക്തി, പുകവലി, ഇങ്ങനെ ഈ ലോകത്തിൽ പലതുമുണ്ട്. പക്ഷെ അത് പരിശുദ്ധാത്മാവിനെ വിലവയ്ക്കാത്തവരാണ് ആ വിധത്തിൽ അധപ്പതിച്ച് പോണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് വരാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 2 സ്ത്രീകളെ കാണിച്ചു തരികയാണ്. ഒന്ന് പരിശുദ്ധ അമ്മയെ കാണിച്ചു തരുന്നു, ഒന്ന് എലിസബത്ത് പുണ്യവതിയെ കാണിച്ചു തരുന്നു. രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ. കാരണം ഇളയമ്മ എന്നാണ് വിളിക്കുന്നത് എലിസബത്ത് പുണ്യവതിനെ. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു ദൈവീക വെളിപ്പെടുത്തലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എലിസബത്ത് പുണ്യവതി സ്നാപക യോഹന്നാനെ ഗർഭം ധരിക്കുന്നത് വളരെ വാർദ്ധക്യത്തിലാണ് ഗർഭം ധരിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പല പല കുഞ്ഞുങ്ങളും ഈ വാർദ്ധക്യത്തിൽ ജന്മം പ്രാപിക്കുന്നവർ പൊതുവെ പല പല മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളായിട്ട് വരാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ ജഡിക ചിന്തകളും ഈ ലോകത്തിൻ്റെതായ പൈശാചിക ചിന്തകളും കൊണ്ട് അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ വില കൊടുക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിനെ പേടിച്ച്, സമൂഹത്തിനെ ഭയപ്പെട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു തരം ജാള്യത, അല്ലെങ്കിൽ എന്തെന്നാണ് പറഞ്ഞത്, അതായത് സമൂഹത്തിന് വില കൊടുക്കുന്നത്, ദൈവത്തിനല്ല വില കൊടുക്കുന്നത്, ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്. അത് സമൂഹം എന്തു പറയും, ആൾക്കാരൊക്കെ എന്തു പറയും എന്നൊക്കെ പറയുന്ന ഒരു തരം പൈശാചികത അവരിൽ കൂടും. അതിങ്ങനെ പീഡിപ്പിച്ച് ആ കുഞ്ഞ് 9 മാസം ആ അമ്മയുടെ ഉദരത്തിൽ വാർദ്ധക്യത്തിലൊക്കെ മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ, ഒത്തിരി നാൾ പ്രസവിക്കാതിരുന്ന് പിന്നെ പ്രസവിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മോശമായി തീരുന്നു. പക്ഷെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. വാർദ്ധക്യത്തിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് അബ്രാഹത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞ്, ഏത്, സാറായിക്ക് വന്ധ്യയായിരുന്ന സാറ ഗർഭധാരണം കിട്ടി, അവൾ പ്രസവിക്കുന്നത് ഭയങ്കര വാർദ്ധക്യത്തിലാണ് അവൾ ഇസഹാക്കിന് ജന്മം കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സാമുവൽ പ്രവാചകന് ജന്മം കൊടുക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഒത്തിരി നാൾ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതിരുന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിനുമായിട്ടുള്ളൊരു ബന്ധമാണ് അവർ കാണിക്കുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ആരാ? മനുഷ്യൻ്റെ കഴിവുകൊണ്ടാണ് കുഞ്ഞുണ്ടാകുന്നത്? അല്ല, മനുഷ്യൻ്റെ കഴിവുകൊണ്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ് മിക്കവാറും പല പല വൈകല്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത്. അതിപ്പോൾ മാനസികവും ശാരീരികമായ വൈകല്യങ്ങൾ മാത്രമാണെന്നില്ല, മറിച്ച് ദൈവവിശ്വാസമില്ലായ്മ, ഒരു സമൂഹത്തിലെ കൊള്ളരുതാത്തവൻ അല്ലെങ്കിൽ കൊള്ളരുതാത്തവൾ എന്നുള്ള ഒരു രീതിയിലൊക്കെ ലേബലായിട്ട് അധപ്പതിക്കുന്ന വിധത്തിൽ വില കൽപ്പിക്കാത്തവർ, ദൈവകൽപ്പനകളോ ദൈവത്തെ മാനിക്കാത്തവർ, മനുഷ്യനെ മാനിക്കാത്തവരൊക്കെ ആയിട്ട് വരുന്ന ഒരു അധപ്പതിച്ച രീതിയിൽ വരുന്നത്. അതെന്ന് വെച്ചാൽ ജഡികാസക്തിയിലുണ്ടാകുന്നവർ. അതുകൊണ്ടാണ് ദൈവം ഒരിക്കലും വ്യഭിചാരമൊന്നും പാടില്ല എന്ന് പറയുന്നത്. വ്യഭിചാരമൊന്നും പാടില്ല എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം തൊട്ടാണ്. അവിടെ ജഡികാസക്തിയുടെ ഏറ്റവും വലിയൊരു പഠിപ്പിക്കലാണ് അവിടെ. നമുക്കത് എടുത്ത് വായിക്കാം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. 5-ാമത്തെ അധ്യായം ശരിക്കും തന്നെ അത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. ആ 5-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ അത് 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം, അവ വ്യഭിചാരങ്ങളുടെ. ജഡം എന്ന് വെച്ചാൽ ശരീരം. അപ്പോൾ ഇത് മര്യാദക്ക് പഠിക്കാത്തതുകൊണ്ടാണ് അൽബജേനിസൻ എന്നുള്ള ആ ഒരു പാഷണ്ഡത ഉണ്ടായത്. ശരീരം മോശമൊന്നുമല്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്
ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അപ്പം ശരീരം നല്ലൊരു ആരാധന വസ്തുവായിട്ട് ദൈവത്തിന് കാഴ്ചവെക്കാൻ സാധിക്കും. എങ്ങനെ? അതിന് വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ വിധത്തിൽ ശരീരത്തെ കൊണ്ടു നടക്കണം. തോന്നിയവരെ കൊണ്ടു നടക്കരുത്, ഈ ലോകം കാണിക്കുന്നവരെ കൊണ്ടു നടക്കരുത്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ടു നടക്കാൻ നോക്കണം. അതിന് ദൈവാത്മാവിനെ കിട്ടണം. അപ്പോൾ ആ ദൈവാത്മാവിനെ കിട്ടണം. ഇന്നത്തെ ഞാൻ പിന്നെ ഇതൊന്നും കൂടി വായിച്ചേക്കാം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 19-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. കേട്ടോ, ഇതാണ് ശരീരം വിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം. കുറേ തിന്നു, കുറേ മേക്കപ്പൊക്കെ ചെയ്ത് നടക്കണതല്ല ശരീരത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ശരീരത്തെ ദൈവം തരുന്നൊരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ വീണ്ടും സജീവമാക്കണത് യേശുവിൻ്റെ ജ്ഞാനസ്നാനം വഴിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ആഗമനകാലത്ത് നമ്മൾ പ്രത്യേകം പഠിപ്പിക്കുന്നതാണ്. അതായത് സ്നാപയോഹന്നാൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് ജ്ഞാനസ്നാനം നൽകുന്നു, എന്നാൽ എനിക്ക് പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനസ്നാനം നൽകുന്ന പ്രവൃത്തിയാണ് ഈശോധനം. അതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, അങ്ങനെയാണല്ലോ ദൈവബലി ആരംഭിക്കുന്നത്. അപ്പോൾ ആ ബലിയിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വിശുദ്ധമായ ഒരു ശരീരത്തോടു കൂടി ചെല്ലണം. ഈ റോമ 12-ാം അധ്യായത്തിൽ പഠിപ്പിച്ച പോലെ. അല്ലെങ്കിൽ അപ്പോൾ ഇതിന് സമയം പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 2 സ്ത്രീകളെ കണ്ടു. അതായത് എലിസബത്ത് പുണ്യ ഒരു വാർദ്ധക്യത്തിലുണ്ടായി. പക്ഷേ ആ വാർദ്ധക്യത്തിലുണ്ടായ കുഞ്ഞിന് യാതൊരു ഇതും ഇല്ലാതെ നല്ലൊരു ധീരനായൊരു സ്നാപയോഹന്നാനെ സൃഷ്ടിക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ ഗർഭം ധരിച്ചുകൊണ്ട് ചെന്ന് പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ അമ്മ എലിസബത്ത് പുണ്യവതി ഇങ്ങനെ 6 മാസം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ചെന്ന് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവിടെ ശരിക്കും പറഞ്ഞാൽ മാതാവിനെ പ്രത്യേകം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും, നമുക്ക് വിസ്ഡം കിട്ടും. ഈ പെന്തക്കോസ്ത സഹോദരങ്ങളൊക്കെ മാതാവിനെ വേണ്ട വിധത്തിലൊക്കെ കാണുന്നില്ലാത്തതിൻ്റെ ഒരു വലിയ കുറവുണ്ട് അവർക്ക്. പക്ഷെ ശരിക്കും കത്തോലിക്ക മക്കൾക്കൊക്കെ ശരിക്കും വിസ്ഡം കിട്ടും. ശരിയാവണ്ണം ആ ജപമാല എല്ലാ ദിവസവും ചൊല്ലുക, കർത്താവിൻ്റെ മാലാഖ എന്നുള്ള ജപമൊക്കെ എല്ലാ ദിവസമൊക്കെ ഭംഗിയായിട്ടൊക്കെ ചൊല്ലുക. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിക്കും. കാരണം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് മാലാഖ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കും, അവൻ വിശുദ്ധനായിരിക്കും. കേട്ടോ, ഈ ദൈവാത്മാവാണ് വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ആ ദൈവാത്മാവിനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മ ഈശോയെ ഗർഭം ധരിച്ചു. ആ ഈശോയുമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടിയ ഈശോയോടുകൂടി ചെല്ലണം. അതുകൊണ്ടാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം 4:18 പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട്, അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്ത് പറഞ്ഞയച്ചിരിക്കുന്നു. കേട്ടോ, ഈ അഭിഷേകം തുടക്കം തൊട്ട് തന്നെ ഉണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാലാണ് ഈശോ പരിശുദ്ധ അമ്മയിൽ രൂപപ്പെട്ടത്, ഒരു പുരുഷ സ്പർശമൊന്നും കൂടാതെ. അതുപോലെ ആ ആത്മാവിനെ കിട്ടി. അതുകൊണ്ടാണ് എലിസബത്ത് പുണ്യ പറയുന്നത്, നിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഉദരത്തിലുള്ള കുഞ്ഞ് തുള്ളിച്ചാടി. ഈ ഒരു സംഭവം എല്ലാ മാതാപിതാക്കളിലും എല്ലാ അമ്മമാരിലും ഗർഭം ധരിക്കുമ്പോൾ നടക്കണമെങ്കിൽ ജഡികമായ ചിന്തകളൊക്കെ മാറ്റണം. വിശുദ്ധ ചിന്തകൾ, ദൈവചിന്തകൾ, ദൈവവചന വായനകൾ. ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. കാരണം ദൈവവചനം എന്ന് പറഞ്ഞാൽ ഈശോയാണ്.
വചനം മാംസം ധരിക്കുന്നതാണ്. അപ്പോൾ ദൈവവചനത്തെ വേണ്ട വിധത്തിൽ മാനിക്കാതെ ഈ ലോകത്തിൻ്റെ കുറേ ലിറ്ററേച്ചറും അല്ലെങ്കിൽ സാഹിത്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടൊക്കെയാണ് ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. അതല്ല, എല്ലാവരും ദൈവവചനത്തിലോട്ട് തന്നെ. കാരണം യോഹന്നാൻ 6:63 പഠിപ്പിക്കുന്നതാണ്, എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കണ്ട, അപ്പോൾ ശരിക്കുള്ള നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലാണ്. ആ ആത്മാവിനെ നമ്മൾ പവിത്രമായിട്ട് സൂക്ഷിക്കുന്ന ഒരു നല്ലൊരു പേടകമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമുക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ കൃപ വേണം, യേശുവിൻ്റെ കൃപ വേണം. യേശുവിനെ സ്നേഹിക്കണം. യേശുവിനെ സ്നേഹിക്കുന്നവർ വചനത്തെ സ്നേഹിക്കണം, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. കാരണം ആ ദീപബലി ആരംഭിക്കണം അങ്ങനെയാണല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആ കൃപ മേടിക്കാനാണ് കുർബാനയ്ക്ക് പോകണം. അപ്പോൾ വിശുദ്ധമായിട്ട് പോകണം. യുവദാസ് പോകണവരെയൊക്കെ പോകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ സമയം തീർന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവം അങ്ങനെ ഈ ക്രിസ്മസിന് നമ്മളിങ്ങനെ ഒരുങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ജന്മം കൊടുക്കുന്ന അമ്മമാരെയൊക്കെ നമുക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരൊക്കെ വളരെ സന്തോഷത്തോടു ദൈവാത്മാവിനെ നിറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനോ, അങ്ങനെ നല്ല കുഞ്ഞുങ്ങൾ ഈ സമൂഹത്ത് പുതിയ തലമുറകൾ ദൈവത്തിന് ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കാൻ താല്പര്യം വെക്കുന്ന, എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാൻ കൊതി ഉള്ള നമ്മുടെ ഡൊമിനിക് സാവിയോനെ പോലെയൊക്കെയുള്ളവർ അവരെ കൊണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.